സമാധാന ചർച്ചകൾക്ക് വൻ തിരിച്ചടിയേൽപ്പിച്ച് ഇറാന് നേരെ വീണ്ടും അമേരിക്കയുടെ ആക്രമണം. റെയിൽവേ പാലങ്ങൾ ഉൾപ്പെടെ ആക്രമിച്ചു. ഷബഹാറിൽ 2 തുറമുഖ ഡോക്കുകളും സമുദ്ര ഗതാഗത നിയന്ത്രണ ടവറും ആക്രമിക്കപ്പെട്ടു. ഇറാന് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ ഭീഷണികൾ വിലപ്പോകില്ലെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ പ്രതികരിച്ചു. കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അലി ഖാംനയുടെ ഖബറടക്കം ഇന്ന് നടക്കും. ഇറാനിലെ മസ്ഹദിലാണ് സംസ്കാരം. അലി ഖാംനയ്ക്ക് ഇവിടെ നൽകാൻ ലക്ഷങ്ങളാണ് ഒത്തുചേരുന്നത്. MC നാസർ വിവരങ്ങളുമായി ചേരുന്നു. നാസർ, ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമുണ്ടോ, അതല്ല ഈ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെയാണോ ആക്രമണം ഉണ്ടാകുന്നത്? അജിംസ് 2 കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക വ്യക്തമാക്കുന്നത് 90ഓളം കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. അതെല്ലാം സൈനിക കേന്ദ്രങ്ങളാണ് എന്നാണ്. പക്ഷേ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിച്ചിട്ടുണ്ട്. 3 പേർ അഹ്വാസിൽ മാത്രം കൊല്ലപ്പെട്ടതായി അല്പം മുമ്പ് ഔദ്യോഗികമായി തന്നെ ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിനു മുമ്പ് മറ്റൊരാൾ കൂടി കൊല്ലപ്പെട്ടതായി ഇന്ന് രാവിലെ തന്നെ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി പേർ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 പ്രധാന തുറമുഖ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ ആക്രമണം ഉണ്ടായിരുന്നത്. ചബഹാർ ഉണ്ട്, അതോടൊപ്പം തന്നെ ബന്ദർ അബ്ബാസ്, ഷബഹാർ ഉൾപ്പെടെ 3 കേന്ദ്രങ്ങളിലേക്കായിരുന്നു ആക്രമണം. ഇതിന്റെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കുവൈത്തിനും അതോടൊപ്പം തന്നെ ബഹ്റൈനും ഈ 2 ഇടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ തിരിച്ചടിച്ചതായി ഇറാൻ സേന അവകാശപ്പെടുന്നുണ്ട്. അതിന്റെ നാശനഷ്ടങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭ്യമല്ല. തങ്ങൾക്ക് നേരെ തന്ന എല്ലാ മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും പ്രതിരോധിച്ചുവെന്നാണ് കുവൈത്തും ബഹ്റൈനും വ്യക്തമാക്കുന്നത്. മറ്റ് ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇതുവരെ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും കുത്തനെ കുതിച്ചുവരുന്ന ഒരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ജൂൺ 17 കരാർ ഒപ്പുവെച്ചതോടുകൂടി അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ രൂപപ്പെട്ടിരുന്നു. മേഖലയിൽ ഒരു സമാധാനത്തെക്കുറിച്ച് പ്രതീക്ഷകൾ ശക്തമായിരുന്നു. അതോടൊപ്പം തന്നെ എണ്ണ വിപണിയിൽ വലിയ കുത്തനെയുള്ള കുറവും രേഖപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ പ്രത്യാക്രമണങ്ങളിലൂടെ തകർന്നിരിക്കുന്നത്. ഇനിയൊരു മധ്യസ്ഥ നീക്കം ഏതെങ്കിലും അർത്ഥത്തിൽ പൊടുന്നനെ നടക്കുമോ എന്നത് സംബന്ധിച്ച ആശങ്കയും നിലനിൽക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് ഇപ്പം അലിഷ പരമോന്നത നേതാവിന്റെ മൃതദേഹം സംസ്കരിക്കേണ്ടത്. ആ സംസ്കാര ചടങ്ങിന് ശേഷം നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന സൂചന കൂടിയാണ് ഈ ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാൻ മാധ്യമങ്ങൾ നൽകുന്നത്. അജിംസ്, ശരി, US-ന് ഭീഷണി വിലപ്പോവില്ല എന്നാണ് ഇറാന്റെ പ്രതികരണം. മറ്റൊരു കാര്യം കൂടി നാസർ, ഈ യുദ്ധം അവസാനിച്ചു എന്ന് അമേരിക്കൻ കോൺഗ്രസിനെ ട്രംപ് അറിയിച്ചതാണ്. യുദ്ധമില്ല ഇപ്പോൾ, പക്ഷേ ഇപ്പോൾ ആക്രമണം നടക്കുകയും ചെയ്തു. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഈ യുദ്ധം എത്ര നാൾ തുടരാൻ കഴിയും ട്രംപിന്? അജിൻസ്, തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. പക്ഷേ ഡെമോക്രാറ്റുകൾ മാത്രമല്ല, റിപ്പബ്ലിക്കൻ വിഭാഗത്തിൽ പോലും നിരവധി പ്രതിനിധികൾ നേരത്തെ സെനറ്റിലും അതോടൊപ്പം തന്നെ ജനപ്രതിനിധി സഭയിലൊക്കെ നടന്ന ആ പ്രമേയങ്ങളെ അനുകൂലിച്ച് തന്നെ വോട്ട് ചെയ്തിരുന്നു. കാരണം ഈ യുദ്ധം അനാവശ്യമാണ്, ഇത് അമേരിക്കൻ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച തീർത്തും ന്യായീകരിക്കാനാവാത്തൊരു യുദ്ധമാണ് എന്നൊക്കെ ഈ ട്രംപിന്റെ പാർട്ടിയിൽ നിന്ന് പോലും റിപ്പബ്ലിക്കൻ വിഭാഗത്തിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉയർന്നിരുന്നു. പക്ഷേ ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഈ ആക്രമണം മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, തങ്ങൾക്ക് എതിരെ ഈ കപ്പലുകൾക്കെതിരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇനി ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നടത്തിയിരിക്കുകയാണ്. അതേസമയം ഡെമോക്രാറ്റിക് പ്രതിനിധികൾ ഇന്ന് പലരും ആവശ്യപ്പെടുന്നത് ട്രംപിനെതിരെ അതിശക്തമായ നടപടികൾ കൈക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാകണം എന്നതുൾപ്പെടെയുള്ള വലിയ സമ്മർദ്ദം അവിടെ നേരിടുന്നുണ്ട്. ഇടക്കാല തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് ഈ ആക്രമണം എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ട്രംപ് ഇതിനൊക്കെയും മറികടക്കാനുള്ള ഒരു അധികാരം അദ്ദേഹത്തിന് നിലവിലുണ്ട്. US കോൺഗ്രസ് ഇനിയിപ്പോൾ ഏത് തീരുമാനം എടുക്കുമെന്നത് എന്തായാലും നിർണായകമായിട്ട് മാറിയിരിക്കുകയാണ്.